മേഘ, ഇന്ന് ധൻരാജിന്റെ അനുസ്മരണമായിരുന്നു. അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള അനുശോചന പോസ്റ്റുകൾ, അതായത് കെ രാഗേഷും, കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷും, പിന്നെ കഴിഞ്ഞ MLA മധുസൂദനൻ, രണ്ടുപേരും അനുശോചനം അറിയിച്ച് പോസ്റ്റ് ഇട്ടു. പിന്നെ നടന്നത് ചരിത്രം. ഈ അണികളുടെ പൊങ്കാല സഹിക്കവയ്യാതെ ഈ മധുസൂദനൻ കമന്റ് ബോക്സ് കൂട്ടി ഓടിയെന്നാണ് കേട്ടത്. ഇപ്പോ ധൻരാജ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കമന്റ് ബോക്സ് വായിക്കായിരുന്നു. കെ രാജേഷിന്റെ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഫണ്ട് തട്ടിയവനെയൊക്കെ ഞങ്ങൾ തോപ്പിച്ചു, പുറത്തു പറഞ്ഞവനെ ജയിപ്പിക്കുകയും ചെയ്തു, ഇനി നിങ്ങളിത് വിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ധനരാജ് ഫണ്ട് തട്ടിപ്പിൽ ഇപ്പോൾ ഒരു രക്തസാക്ഷി ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറങ്ങി പിരിവ് നടത്തുന്നു, പണം ഉണ്ടാക്കുന്നു, അത് തട്ടുന്നു, അതിനെ മറ്റൊരു രീതിക്ക് ചെലവഴിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമാണ്. മരിച്ചുപോയൊരു മനുഷ്യനെ ഉപയോഗിച്ച് ആ ഇമോഷൻസിനെ യൂട്ടിലൈസ് ചെയ്ത് പണം ഉണ്ടാക്കി അതിനെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അത് ഈ പാർട്ടിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പയ്യന്നൂരിലെ ധനരാജ് ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല, ഇവിടെ മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ കാര്യം എന്തായിരുന്നു? എത്ര കോടി രൂപ പിരിവെടുത്തു, എത്ര കോടി രൂപയുടെ വീടാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് എത്ര രൂപയാണ് കൈമാറിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പയ്യന്നൂർ മേഖലകളിൽ ഇപ്പോൾ കെ രാഗേഷ് ആണെങ്കിലും മധുസൂദനനാണെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന മറ്റേതൊരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിൽ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പാർട്ടി നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. പാർട്ടി എന്നല്ല, അവിടുത്തെ പൊതുജനവും അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രവർത്തകരും നിങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പയ്യന്നൂർ എന്ന് പറയുന്ന മേഖല എന്ന് പറയുന്നത് ഒരു ഇടതുകോട്ട തന്നെയാണ്. ആ മേഖലകളെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നിട്ടും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ, നിങ്ങൾ വർഗവഞ്ചകൻ എന്ന് വിളിച്ച നമ്മുടെ കുഞ്ഞികൃഷ്ണൻ വിജയിക്കണമെങ്കിൽ അതിൽ പാർട്ടിക്കാരുടെ വോട്ടുണ്ടായിട്ടുണ്ടാവില്ലേ? അതാണ് ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടിയുടെ ഒരു വോട്ട് പോലും കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണൻ എത്തണമെങ്കിൽ ആ ആരോപണത്തിൽ എന്തോ കഴമ്പില്ലേ ഉണ്ട്. നമ്മൾ ഈ കണക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അവിടം വരെ എത്തേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് ആ നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ കള്ളത്തരമുണ്ട്. അപ്പോൾ ഇനി ഇതിലെ മെഴുകാൻ കിടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ പോസ്റ്റ് ഇടുന്നു, ധനരാജ് രക്തസാക്ഷിത്വ ദിനം. അപ്പോൾ ഒരു രക്തസാക്ഷിക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞ പിരിവ് നടത്തുകയും കള്ളത്തരയും കാണിക്കുകയും ചെയ്ത് ഇത്രയും ആൾക്കാർ പുറത്തിറങ്ങി നടക്കുന്നു. ഇപ്പൊ മധുസൂദനൻ എന്ന വ്യക്തിയെ തള്ളിപ്പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമായിരുന്നു പാർട്ടിക്കുണ്ടായിരുന്നത്. അതിന് പകരം ആരോപണം ഉന്നയിച്ച, അല്ലെങ്കിൽ പാർട്ടിയിൽ പറയേണ്ട കാര്യം പാർട്ടിയിൽ പറയാതെ പുറത്തുപോയി പറഞ്ഞു എന്നുള്ള കാരണം കണ്ടെത്തി കുഞ്ഞികൃഷ്ണനെ വേട്ടയാടിയ സമയത്ത് മധുസൂദനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പാർട്ടി ഒരു കഴിവ് കാണിച്ചിരുന്നെങ്കിൽ ഈ നാണക്കേടിലേക്ക് പോകില്ലായിരുന്നു. ഒരുപക്ഷെ പയ്യന്നൂര് എന്നുള്ള ഇടതുകോട്ട കൈവിട്ട് പോവുകയും ചെയ്യില്ലായിരുന്നു. ഇല്ല, എനിക്ക് തോന്നുന്നു കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിടുകയുമില്ലായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടമായതാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും വിമതനായി തുടരുന്നു. ഇപ്പോഴും ഒരു സഖാവായി UDF-നൊപ്പം തുടരുന്ന അനേകം നേതാക്കളിൽ ഒരാളായി കുഞ്ഞികൃഷ്ണൻ മാറുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടിയിരിക്കും. കമന്റ് ബോക്സ് എല്ലാ കാലത്തും നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുന്ന സോഴ്സ് ഒന്നുമല്ല. എല്ലാവരും ഇപ്പോൾ കമന്റ് ബോക്സിൽ, ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇട്ടു, ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എൻ്റെ ഒരു ഫോട്ടോ ഇട്ടു, ഫോട്ടോയ്ക്ക് താഴെ കുറേ പേര് ഒന്ന് വെറുതെ കമന്റ് ഇട്ടു എന്ന് പറയുന്നത് സത്യമാകുന്നൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ഒരു രീതികളുണ്ടല്ലോ, ട്രെൻഡ് ഉണ്ടല്ലോ. ഈ പറഞ്ഞ പയ്യന്നൂരിൽ ഇന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് പൊതുജന അഭിപ്രായം തേടുമ്പോഴും മനസ്സിലാകും. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ് അവിടെ കുഞ്ഞികൃഷ്ണൻ ജയിച്ചതും നേടിയ ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോഴും എന്തിനെയാണ് പാർട്ടി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? ഇപ്പൊ കെ രാഗേഷിനെയൊക്കെ ഞാൻ വളരെ പക്വതയുള്ള നേതാക്കളിൽ ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. പക്വമായി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന, പാർട്ടിയോട് സ്നേഹവും കൂറും വിശ്വാസ്യതയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം എന്തിനിങ്ങനെ ന്യായീകരണ തൊഴിലാളിയായി ഇപ്പോഴും തുടരുന്നു എന്നുള്ള ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ഇങ്ങനെ സ്വയം അപഹാസ്യനാകാതിരിക്കുക. ഇപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടില് നമ്മുടെ എം ഡി ആയിരുന്ന ദിവ്യ എസ് അയ്യരെ മാറ്റിയതുമായി ബന്ധപ്പെടുത്തിയ ഒരു പരാമർശം നടത്തുന്നു.
എന്താണ് മറ്റൊരാളെ മാറ്റാൻ വേണ്ടി കേരളത്തെ അതാ എനിക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മാറ്റി എന്നുള്ളൊരു തീരുമാനം, ഒരു അഭിപ്രായം പറയുന്നു. ഇത്തരത്തിലുള്ള ബാലിശമായ കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഏതൊരു IAS ഉദ്യോഗസ്ഥയോ IAS ഉദ്യോഗസ്ഥനെയോ കൊണ്ട് അവിടെ പോസ്റ്റ് ചെയ്താൽ പോലും കേരളത്തെ തൂക്കി വയ്ക്കാൻ സമ്മതിക്കുമെന്നാണോ അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിൽ ദിവ്യ എസ് അയ്യർ എന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ കറതീർത്ത IAS കാര്യമായിട്ടുള്ളൂ എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ വിശ്വാസ്യതയുള്ള ഒരാളെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അയാളെ മാത്രം നമുക്ക് വിശ്വാസ്യതയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഏൽപ്പിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി അടിമ തൊഴിലാളിയായി മുന്നോട്ട് പോകുന്നത് എത്രയും വേഗം അദ്ദേഹം നിർത്തിയാൽ നല്ലതായിരിക്കും. ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ് പയ്യന്നൂർ ഇനിയും കൈവിട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഇനി CPM അങ്ങ് നന്നാക്കി എടുക്കാം എന്നുള്ള ചിന്ത കൊണ്ടൊന്നുമല്ല. ഒരു നാടാകുമ്പോൾ അവിടെ എല്ലാ പാർട്ടികളും വേണം. CPM എന്ന പാർട്ടി വേണം. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് പോലെ നമ്മളും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ CPM എന്ന പാർട്ടി നശിച്ചു പോകാതിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, ഈ നാടിന്റെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് ഓർമ്മയുണ്ട്, കോൺഗ്രസ് ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല കേട്ടോ എന്ന്. പക്ഷെ അത് നിങ്ങളിനി സ്വന്തമായും ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതിന് ഈ പറയുന്ന പോലെ നേതൃമാറ്റം വന്നാൽ എല്ലാം മാറും, പിണറായി വിജയൻ ധാർഷ്ട്യം കുറച്ചാൽ എല്ലാം മാറും, നിങ്ങൾ സംസാര ശൈലി മാറ്റിയാൽ എല്ലാം മാറും എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഇതെല്ലാം സംഘടിതമായി, ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ടൊരു ആക്ട് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ ഒരാളെ മാറ്റി അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തി എന്ന് പറഞ്ഞൊരു വ്യത്യാസം വരില്ല. ഈ പറഞ്ഞ എല്ലാ നേതാക്കളും, ഈ പിണറായി വിജയനിൽ തുടങ്ങി പാർട്ടി കൂടി പിടിച്ച ഏറ്റവും താഴത്തെ സഖാവ് വരെ ഈ മാറ്റത്തിന് തിരി തെളിച്ചാൽ മാത്രമേ ഒരു വലിയ ചേഞ്ചിലേക്ക് കൊണ്ടുവരുള്ളൂ. പയ്യന്നൂരൊക്കെ തിരിച്ചു വരണമെങ്കിൽ അത് തന്നെ ചെയ്തേ കഴിയുള്ളൂ. ഇപ്പോൾ മേഘ പറഞ്ഞിരുന്നല്ലോ KK രാഗേഷിനെ പോലുള്ള ഒരു പക്വതയുള്ള ഒരു നേതാവ്. ഞാൻ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. കാരണം എപ്പോഴെല്ലാം ഒരു പൊതുവിഷയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു അപ്പോഴെല്ലാം ഈ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ചരിത്രമാണ് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം എന്തായിരുന്നു? അതായത് വർഗീയത നടമാടിയ ആ ഒരു സമയം, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് വർഗീയത നടപാടിയത് കൊണ്ട് മാത്രമുണ്ടായ വിജയം എന്നാണ് തിരഞ്ഞെടുപ്പിൽ ഈ ഒരു ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ KK രാഗേഷ് അതിനെ വിമർശിച്ചത്. ഇതൊന്നും ഒരു പക്വതയുള്ള ഒരു നേതാവിൻ്റെ വായിൽ നിന്ന് വരേണ്ട, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വായിൽ നിന്ന് വരേണ്ട ഒരു വാക്കുകളല്ല ഈ ഒരു KK രാഗേഷ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ധാർഷ്ട്യത്തിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെയും കാര്യം പറയുന്നു. അതേ തട്ടിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു നേതാവാണ് ഈ ഒരു KK രാഗേഷ്. ഈ പിണറായി വിജയൻ്റെ തണലിൽ ഈ എന്ത് തോന്നിവാസം അല്ലെങ്കിൽ എന്ത് ആഭാസവും കാണിക്കാമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡായിരുന്നു ഇപ്പോൾ ഈ KK രാഗേഷിന്. അതിപ്പോഴും ആ 10 വർഷത്തിന് ശേഷം അദ്ദേഹം ആ ഒരു ഫോർമാറ്റ് ഇങ്ങനെ തുടർന്ന് വരികയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഴിഞ്ഞം വിഷയത്തിലാവട്ടെ, അല്ലെങ്കിൽ ധനരാജ് തട്ടിപ്പിൻ്റെ ആ ഒരു സമയത്ത് പോലും ഈ ഒരു മധുസൂദനെ തള്ളി പറയാതെ ചേർത്ത് നിർത്തി അവസാന പാർട്ടിയെ കൊണ്ട് തുലച്ചതും ഈ KK രാഗേഷാണ്. അതും പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള കണ്ണൂർ എന്നുള്ള ആ ഒരു ചുവപ്പ് മണ്ണിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ നിലംപരിശാക്കാൻ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചത് ഈ KK രാഗേഷാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ KK രാഗേഷിനെ ആദ്യം തള്ളി KK ശൈലജയും പിന്നാലെ PK ശ്രീമതിയും വന്നെങ്കിലും ആ ഒരു വിമർശനത്തിന് ആ ഒരു ഗ്രാവിറ്റി അത് കുറഞ്ഞിട്ടുണ്ട്. ആ ഗ്രാവിറ്റി അധികം ഡെപ്തില്ല ആ ഒരു വിമർശനത്തിന്. അതും കാരണം എന്താ, ഈ ഒരു കണ്ണൂരിൽ നിന്നുള്ള ആ ഒരു കോക്കസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മളെപ്പോഴും പറയാനുള്ള ആ ഒരു കോക്കസ് ഗ്രൂപ്പ്, ആ ഒരു കോക്കസ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു പ്രധാനിയാണ് KK രാഗേഷ്. അതുകൊണ്ട് ഈ ഒരു KK രാഗേഷിന് വിമർശിക്കാനും അല്ലെങ്കിൽ തിരുത്താനും ഈ ഒരു കണ്ണൂരിലെ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ മടി കാണിക്കുന്നതും അതുകൊണ്ടാണ്. ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇത് പുരുഷന്മാരുടെ പൊതുവായ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ നോട്ട് ഓൾ മെൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇപ്പം ഞാൻ KK രാഗേഷിനെ അനുകൂലിക്കുന്നു, അദ്ദേഹം പക്വതയുള്ള വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ, അദ്ദേഹം ജനിച്ച അന്ന് മുതൽ ഇപ്പോൾ ഒരു 35 വയസ്സുണ്ടാവില്ലേ, 35 വയസ്സ് വരെ അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും
ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയ പക്വത എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, അതിനൊപ്പം തന്നെ ഈ പറയുന്ന വർഗീയ പരാമർശങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പിണറായി വിജയൻ സഖാവിനെ ഇഷ്ടമാണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോയിന്റുകൾ ഒഴിവാക്കാമായിരിക്കും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, എനിക്ക് വി ഡി സതീശനെ ഇഷ്ടമാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ ഒരു വ്യക്തിയോട്, ഇപ്പോൾ കെ രാഗേഷ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്ത് കളിയും കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഗ്രൗണ്ട് പൊളിറ്റിക്സിലും അത്തരത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാൻഡ് വിട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല. പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ വിമർശനങ്ങൾ ഉന്നയിച്ച കെ ശൈലജ ടീച്ചർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ കെ രാഗേഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജയിക്കോ, അല്ലെങ്കിൽ താഴേക്ക് വരട്ടെ, താഴേക്ക് ഏറ്റവും സാധാരണ പാർട്ടി പ്രവർത്തകന് പോലും ഈ പറഞ്ഞ പരാജയത്തിൽ പങ്കുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം, പയ്യന്നൂരിൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ പടക്കം പൊട്ടിച്ച, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ വണ്ടി കത്തിച്ച വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് പോലും ഈ പരാജയത്തിൽ പങ്കില്ല. തീർച്ചയായും ഉറപ്പായിട്ടുമുണ്ട്. ഈ ജനരോഷം ഏറ്റവും കൂടുതൽ അവർക്കെതിരെ, അല്ലെങ്കിൽ ഈ പാർട്ടിക്കെതിരെ ഏറ്റവും കൂടുതൽ ജനരോഷം ഉണ്ടാക്കാൻ ഈ ഒരു ഇവരുടെ ഓരോ അക്രമ സംഭവങ്ങളും കാരണമായി എന്ന് വേണം. യെസ്. അപ്പോൾ ഒരു 15 വോട്ട് ആ ഒരു ബൈക്ക് കത്തിച്ചതിന്റെ, അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ ഒരു 15 വോട്ട് അപ്പുറത്തേക്ക് മറിഞ്ഞിട്ടുണ്ടാകില്ലേ? ഇതുപോലെ ഓരോ മണ്ഡലത്തിൽ ഒരു 15, ഇത് മണ്ഡലം പോലുമല്ല, ഒരു വാർഡിന്റെ കാര്യമായിക്കോട്ടെ, 15 വോട്ട് വെച്ച് പോവുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ എത്ര വോട്ട് മറിഞ്ഞിട്ടുണ്ടാകും? അതുപോട്ടെ, കേരളത്തിലൊട്ടാകെ 140 മണ്ഡലങ്ങളിൽ എത്ര വോട്ട് മറിഞ്ഞിട്ടുണ്ടാകും? ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടിയുടെ പരാജയം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും അത് ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പോൾ പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് CPM-ന്റെ തോൽവിക്ക് കാരണം പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ അതല്ല. അവിടെ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും മാത്രമാണ് ബ്ലെയിം ചെയ്തത്. അതല്ല, ഇവരുടെ നിഴലിൽ ഈ അടിഞ്ഞാടിയിട്ടുള്ള മറ്റു സഹാക്കളുണ്ടല്ലോ, അത് സാധാരണ ഏരിയ സെക്രട്ടറി, അല്ലെങ്കിൽ സാധാരണ ഏറ്റവും ബ്രാഞ്ച് തലത്തിൽ മുതൽ ജില്ലാതലം അല്ലെങ്കിൽ സംസ്ഥാന തലം വരെയുള്ള ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള ധാർഷ്ട്യങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഇവരെല്ലാം എൻ്റെ ഒരു വിലയിരുത്തലിൽ കുറെ ഇങ്ങനെ മോറൽ ഫിഗേഴ്സ് ആയിട്ട്, റോൾ മോഡൽസ് ആയിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ ചെയ്യുന്ന രീതി, പറയുന്ന രീതി, ഇവരുടെ ആ ഒരു സംസാര ശൈലി, മാനറിസംസ് ഒക്കെ കോപ്പി ചെയ്യും. കോപ്പി എന്നല്ല, ആ ഒരു ഇൻഫ്ലുവൻസ് മനുഷ്യർക്കുണ്ടാകും. അതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ പിണറായി വിജയൻ ജൂനിയർ എന്ന് വിളിക്കപ്പെടുന്ന എം സ്വരാജ്. ഞാൻ എല്ലാ ചർച്ചകളിലും പരാമർശിക്കുന്നുണ്ട് സഖാവേ താങ്കളുടെ പേര്. അതുപോലെ കെ രാഗേഷ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം നേരത്തെ ആഷിക്ക് സൂചിപ്പിച്ച കാര്യമാണ്, വിട്ടുപോയതാണ്. ഇവർക്കെല്ലാം ഈ പറഞ്ഞ ഇവിടെ നിന്ന് കോപ്പി അവിടെ പേസ്റ്റ്, അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ കാര്യങ്ങളെല്ലാം. ഈ പറഞ്ഞ മാനറിസംസ് എല്ലാം എല്ലാവരിലേക്കും ഇങ്ങനെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു നല്ല ഓറയുള്ളൊരു മനുഷ്യനല്ലേ. ഒന്ന് വന്നാൽ നമ്മൾ ഒരു 10 പേര് തിരിഞ്ഞു നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സാധനം ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട് പലരിലേക്കും. പക്ഷെ അത് നല്ല ഇൻഫ്ലുവൻസ് അല്ല. നിങ്ങൾക്ക് ഓറയൊക്കെ വലുതാക്കാനൊക്കെ നല്ലതായിരിക്കും, പക്ഷെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഇതിനൊന്നും ഇടമില്ല എന്നുള്ളതാണ് സത്യം.